ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അടിമാലിയിൽ നിന്ന് മൂന്നാർ, അവിടുന്ന് ദേവികുളം ബസ്സിലൊരു യാത്രയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്തു. നമ്മളിപ്പോൾ അങ്ങോട്ടുള്ള റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ കുറേ വണ്ടികൾ ഇന്ന് തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഭയങ്കര റഷായിട്ട് വണ്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇവിടെ വഴിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ആനച്ചാൽ വഴി റൂട്ട് മൂന്നാർ അടുക്കാറായിട്ട് കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ കുഴപ്പമില്ല, മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. നമ്മൾ മെയിനായിട്ട് ആനച്ചാലിൽ നിന്ന് വരുമ്പോഴത്തേനും മൂന്നാറിൽ കട്ട് ചെയ്യുന്നൊരു ടേണിംഗ് ആണ് വരുന്നത്. ഇവിടെ മിക്കപ്പോഴും ഇപ്പം നല്ല തിരക്കാണ്, കണ്ടോ, ആൾക്കാരൊക്കെ നിൽക്കുന്നു. പിന്നെ ചെറിയൊരു മൂടൽമഞ്ഞും ഉണ്ട്. ഇത് മെയിൻ റൂട്ട് നമ്മുടെ അടിമാലി സ്ട്രെയിറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാറാണുള്ളത്. മൂന്നാർ ടൗണാണിത്. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഉച്ച സമയമാണ്. ഓക്കെ, ഫുഡ് വെക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിക്കട്ടെ. ഫുഡ് കഴിച്ചിരിക്കുകയാണ്, നല്ല ഫുഡാണ്. നമ്മൾ മൂന്നാറിന് ഇപ്പോൾ ദേവികുളത്തിലാണ് പോകാൻ പോകുന്നത്. ദേവികുളത്തിൽ പോകണമെങ്കിൽ ഇവിടെ ജീപ്പ് റെഡിയാണ്. ആ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. ഹലോ, ഇത് മൂന്നാറിലെ ദേവികുളം പോകുന്നതിൻ്റെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ്, മെയിൻ പോസ്റ്റ് ഓഫീസ്. ഇത്ര മനോഹരമായിട്ട് അവർ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. നമുക്ക് ദേവികുളം പോകാം. അങ്ങനെ ജീപ്പിൽ ഞാൻ കയറി. പൊതുവെ ഭയങ്കര തിരക്കാണ് ജീപ്പിലും. കുറച്ച് നേരം നിന്ന് ആൾക്കാരെല്ലാം ഫില്ലായതിനു ശേഷം വണ്ടി എടുക്കത്തുള്ളൂ. അവിടുന്ന് പയ്യെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ദേവികുളം റൂട്ട് വരും. വഴിയിലൊന്നും ആൾക്കാരൊന്നുമില്ല. ടൂറിസ്റ്റ് വണ്ടികൾ, ബസ്, ഓട്ടോ, അങ്ങനെ കുറേ ദൂരം നിന്നും സഞ്ചരിച്ച് മൂന്നാർ ടൗണ് കഴിഞ്ഞ് ദേവികുളം അടുക്കാറായി. ഇപ്പോഴേക്കും ഒരു ചേട്ടൻ ഫോണൊക്കെ വിളിച്ച് പയ്യെ ചാടി ഇറങ്ങി. നമ്മൾ വന്ന ജീപ്പാണ് ദേവികുളം. ദേവികുളം എല്ലായിടത്തും ഓരോ പോലീസ് സ്റ്റേഷൻ കാണുന്നില്ല. അതുപോലെ ഇവിടെ വന്ന് ആദ്യം കാലെടുത്ത് കാണുന്നത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയാണ്. ഇതാണ് ദേവികുളം പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഇവിടുത്തെ തഹസിൽദാർ ഓഫീസ് നമുക്ക് കാണാം. പോലീസ് സ്റ്റേഷൻ്റെ അകത്തൂടെ ഒന്ന് വരികയാണ്. ഇത് തഹസിൽദാർ ഓഫീസ്. ഫ്രണ്ടിൽ തന്നെ ഒരു പ്രതിമയുണ്ട്. സ്ഥലം ഭയങ്കര ബ്യൂട്ടിഫുൾ നൈസ് സ്ഥലമാണ്. എവിടെ പോയാലും മതി. ഇപ്പോൾ കുറച്ച് ഉച്ച ടൈം ആയതുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നുള്ള മേളയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ പോകേണ്ട ബസ് വന്നു. നമുക്ക് അതിൽ കയറി യാത്ര തുടങ്ങാം. നേരെ തിരിച്ച് റിട്ടേൺ അടിമാലിക്ക്. എത്ര മനോഹരമാണ് നോക്കൂ. ഇപ്പം നമ്മൾ
പോകുന്ന വഴിയിലിടയ്ക്ക് ഇപ്പോൾ തൊഴിലാളി What's your name? My name is Ignacio. How is it? Kerala. And I'm working to India India? from Spain. Spain. Okay. Nice to meet you. Thank you. Okay, bye. ഇടയ്ക്ക് ഇവിടെയും കുഴപ്പമില്ല, കുറച്ച് അപ്പുറത്തന്നെ കിട്ടി. റെസിപ്പി അങ്ങനെ സ്മാഷുകാരൻ അണ്ണനെ കണ്ടിട്ട് നേരെ തിരിച്ച് ഒരു ഓട്ടോയും പിടിച്ച് ചെറിയ കാഴ്ചകളിലൂടെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിച്ച് സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂട്. നേരത്തൊക്കെ കാലത്തൊക്കെ വീട്ടിലല്ലോ. ഇന്നെന്തായാലും സഞ്ചാരികളുള്ള ടൈമാണ്. നിറയെ വണ്ടികളുണ്ട്, കുറേ യാത്രക്കാർ, ടൂറിസ്റ്റുകൾ. പിന്നെ പോകുന്ന വഴിക്കാണ് മാഷാമാരെ. ഞാനപ്പം ബൈ പറയുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയും കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓൾ ഫ്രണ്ട്സ്.